പഠിക്കുന്നവരാണ്. എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർ, മെഡിസിൻ പഠിക്കുന്നവർ, സോഷ്യോളജിയിലെ കോംറ്റയുടെ തിയറികൾ പഠിക്കുന്നവർ, എക്കണോമിക്സിൽ ആദം സ്മിത്തിന്റെയും സൈക്കോളജിയിൽ സിഗ്മണ്ട് ഫ്രോയിഡിന്റെയും തിയറികൾ പഠിക്കുന്നവർ, ലോക പ്രശസ്തരായ എഴുത്തുകാരുടെ വില്യം ഷേക്സ്പിയറിന്റെയും ലിയോ ടോൾസ്റ്റോയുടെയും അടക്കമുള്ള പ്രശസ്തരായ എഴുത്തുകാരുടെ കൃതികളും അവരുടെ രചനകളും അവരുടെ കവിതകളും നോവലുകളുമെല്ലാം വർഷങ്ങളും ലക്ഷങ്ങളും ചെലവഴിച്ച് പഠനം നടത്തുന്നവരാണ് നാം. ഇതെല്ലാം മനുഷ്യന്റെ ചിന്തയിൽ നിന്നും അവൻ തയ്യാറാക്കിയതാണ്, മനുഷ്യനവന്റെ ബുദ്ധിയിൽ നിന്ന് എഴുതിയതാണ്. എന്നാൽ മനുഷ്യന്റെ ചിന്തയെ പടച്ച, മനുഷ്യന്റെ ബുദ്ധിയെ പടച്ച, മനുഷ്യനെ പടച്ച ഈ കാണുന്ന പ്രവിശാലമായ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബുൽ ഇസ്സത്തിന്റെ വചനങ്ങളാകുന്ന വിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് പഠിക്കുവാൻ, ആ ഖുർആനിന്റെ അർത്ഥങ്ങളുടെ ആശയങ്ങളിലോട്ട് കടന്നു ചെല്ലുവാൻ നമുക്കിതേവരെ കഴിഞ്ഞിട്ടുണ്ടോ? നിത്യമായും നമ്മൾ പാരായണം ചെയ്യുന്ന, നിത്യമായും നമ്മൾ ഓതുന്ന സൂറത്തുകളിലൂടെ, ആയത്തുകളിലൂടെ എത്രയോ ചിന്തകളാണ് അല്ലാഹു നമ്മുടെ തുമ്പിൽ തുറന്നു തരുന്നത്. എല്ലാവരും നമ്മളെല്ലാം യാസീൻ ഓതുന്നവരാണ്. ഓ വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ذلك تقدير العزيز العليم. സൂര്യന്റെ സഞ്ചാരപഥത്തെ കുറിച്ച് അല്ലാഹു ചർച്ച ചെയ്യുകയാണ്. വാനശാസ്ത്രമാണ്, അസ്ട്രോണമിയാണ്. വആയതുൽ ലഹുമുൽ അർളുൽ മൈതതു അഹീനാഹാ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബാ ഫമിൻഹു യഅകുലൂൻ. ആകാശമേഘജാലങ്ങളിൽ നിന്നും മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുമ്പോ ഭൂമിയിൽ പുളപൊട്ടുന്ന സസ്യലതാദികളെ പറ്റി അല്ലാഹു ചർച്ച ചെയ്യുകയാണ്. സസ്യശാസ്ത്രമാണ്, ബോട്ടണിയാണ്. അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമും മുബീൻ. അല്ലാഹുവിന്റെ അനേകായിരം വരുന്ന സൃഷ്ടിജാലങ്ങളിൽ അത്യത്ഭുത സൃഷ്ടിയായ മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ഘട്ടങ്ങളെ കുറിച്ച് അല്ലാഹു ചർച്ച ചെയ്യുകയാണ്. ബയോളജിയാണ്. ഇങ്ങനെ നിത്യമായി നമ്മൾ പാരായണം ചെയ്യുന്ന കേൾക്കുന്ന ആയത്തുകൾ, വിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ നമ്മളുടെ മുമ്പിൽ ഓരോ ചിന്തകൾ തുറന്നിടുമ്പോ ആ ചിന്തകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലാറുണ്ടോ? ഖുർആൻ തുറന്നു വെച്ച് ആദ്യമായി നമ്മൾ പാരായണം ചെയ്യുന്ന ആയത്തേതാ? ഖുർആനിലെ 113 അധ്യായങ്ങളുടെയും പ്രഥമമായി പ്രാരംഭഘട്ടത്തിൽ നമ്മൾ പാരായണം ചെയ്യുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യകനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിലെന്ന് നമ്മൾ ഖുർആൻ തുറന്നു വെച്ച് ആദ്യം ഓതുമ്പോ ആ സമയത്ത് റബ്ബുൽ ഇസ്സത്തിന്റെ കാരുണ്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഫൻദുർ ഇലാ ആസാരി റഹ്മത്തി റബ്ബിക. അല്ലാഹു പറയുകയാണ്, മനുഷ്യ നിന്റെ ചുറ്റുവട്ടത്തേക്ക് നീ ഒന്ന് നോക്കൂ. റബ്ബുൽ ഇസ്സത്തിന്റെ കാരുണ്യത്തിന്റെ കയ്യൊപ്പുകൾ നിനക്ക് കാണാം. കോടിക്കണക്കിന് വരുന്ന ഗ്രഹങ്ങളിൽ നിന്നും വിഭിന്നമായി മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും വാസയോഗ്യമായ രീതിയിൽ ഭൂമിയെ സംവിധാനിച്ചതും പ്രകാശ വേഗതയേക്കാൾ വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമി. പക്ഷേ ആ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്കതിന്റെ പ്രതിഫലനങ്ങളില്ല, ചലനങ്ങളില്ല, അതിന്റെ പ്രത്യാഘാതങ്ങളൊന്നും അനുഭവിക്കേണ്ടാത്ത രീതിയിൽ അത്രമേൽ കൃത്യമായി ഭൂമിയെ സ്റ്റെബിലൈസ് ചെയ്തതും ഈ ഭൂമിയിൽ ആവശ്യമായ ജീവവായു സംവിധാനിച്ചതും ഒരു മനുഷ്യന് ഒരു ദിവസം ജീവിക്കണമെങ്കിൽ 11,000 ലിറ്റർ ഓക്സിജൻ വേണമെന്നാണ്. 1 ലിറ്ററിന് 1 രൂപ വെച്ചൊന്ന് കണക്കാക്കൂ. ഒരു മാസം നമ്മുടെ ബില്ല് എത്രയായിരിക്കും? അത്രമേൽ അമൂല്യമായ മൂല്യമേറെയുള്ള ഓക്സിജനെ സൗജന്യമായി സംവിധാനിച്ചതും തുടങ്ങി എണ്ണിയാലുടങ്ങാത്ത റബ്ബുൽ ഇസ്സത്തിന്റെ കാരുണ്യത്തെ കുറിച്ചുള്ള ചിന്തകൾ ഖുർആൻ തുറന്നു വെച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
എന്ന് പാരായണം ചെയ്യുമ്പോ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാറുണ്ടോ? മഗ്‌രിബ് കഴിഞ്ഞിട്ട് വീട്ടില് ദാരിദ്ര്യം വരാതിരിക്കാൻ സൂറത്തുൽ വാഖിയ നമ്മൾ ഓതുമ്പോ അല്ലാഹു ചോദിക്കുകയാണ്, അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന പച്ചവെള്ളത്തെ കുറിച്ച്, ദാഹമകറ്റാൻ തൊണ്ട നനയ്ക്കാൻ നിങ്ങൾ കുടിക്കുന്ന പച്ചവെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ലോകത്തെ ഏറ്റവും മൃദുവായ ഏറ്റവും വഴങ്ങുന്ന വസ്തുവാണ് വെള്ളം. എവിടെ കുടിക്കുന്നോ അതിലേക്ക് രൂപാന്തരപ്പെടുന്ന ഏറ്റവും മയമുള്ള വസ്തുവാണ് വെള്ളം. എന്നാൽ അതേ വെള്ളം തന്നെ കരിമ്പാറ കെട്ടുകളെ കീറി മുറിക്കാനും അതിന് കഴിവുണ്ട്. ആ വെള്ളത്തിന്റെ ഉള്ളിലേക്ക് ഒരാൾക്ക് സുഗമമായി ഡൈവ് ചെയ്യാനും കഴിയും. 6,50,000 ടൺ ഭാരം വരുന്ന ലോകത്തെ ഏറ്റവും ഭാരം കൂടിയ സീവ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന കപ്പലിനെ ചുമക്കാനും ആ വെള്ളത്തിന് സാധിക്കും. മനുഷ്യ, വെള്ളത്തെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹു നമ്മളോട് ചോദിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. ഇപ്പോഴും ഹോട്ടൽ ഉടമകൾ ആ പ്രതിസന്ധി അനുഭവിക്കുകയാണ്. അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്യാനുള്ള പാചകവാതകം ലഭിക്കാത്തതിന്റെ പേരിൽ മണിക്കൂറുകളോളം ദിവസങ്ങളോളം ക്യൂ നിന്നവരാണ് നാം. ഇതിന്റെ പേരിൽ ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിൽ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് എന്ന് പറയുന്ന ഒരു കടലിടുക്കിലൂടെയുള്ള കപ്പൽ സഞ്ചാരത്തിന് ഉപരോധം ഏർപ്പെട്ടപ്പോ കപ്പലുകൾക്ക് സുഗമമായി സഞ്ചരിക്കാൻ കഴിയാതെ വന്നപ്പോ അതിന്റെ പ്രതിഫലനങ്ങൾ, പ്രത്യാഘാതങ്ങൾ നമ്മുടെ അടുക്കളകളിൽ നമ്മൾ അനുഭവിച്ചുവെങ്കിൽ ആ സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരേണ്ടിയിരുന്നൊരു ആയത്തുണ്ട്. അല്ലാഹുല്ലദീ സഖറ ലകുമുൽ ബഹറ ലിതജ്രിയൽ ഫുൽകു ഫീഹി ബിഅംരിഹി. മനുഷ്യ, നിനക്ക് ആവശ്യമായ ഭക്ഷണവും നിനക്ക് ആവശ്യമായ വസ്തുക്കളെയും വഹിച്ചുകൊണ്ട് ചരക്ക് കപ്പലുകൾക്ക് സുഗമമായ സമുദ്രത്തിലൂടെ സഞ്ചരിക്കാൻ സഞ്ചാരയോഗ്യമാക്കി സമുദ്രത്തെ നിങ്ങൾക്ക് അധീനപ്പെടുത്തുന്നത് അല്ലാഹുവിന്റെ കാരുണ്യമല്ലേ? അല്ലാഹുവിന്റെ സംവിധാനമല്ലേ? അതിനൊരു പ്രയാസം നേരിട്ടപ്പോ, ആ സഞ്ചാരത്തിനൊരു തടസ്സം നേരിട്ടപ്പോ അതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മുടെ അടുക്കളയിൽ നമ്മൾ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ഖുർആൻ ഓരോ സാഹചര്യങ്ങൾക്കും സന്ദർഭങ്ങൾക്കും അനുസരിച്ച് 1000 ചിന്തകൾ നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുകയാ. എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. മനുഷ്യ, എന്തേ ഈ ഖുർആനിനെ കുറിച്ച് നീ ചിന്തിക്കുന്നില്ല? എന്തേ ചിന്തിക്കുന്നില്ല? അമാലാ ഖുലൂബിൻ ഖുഫാലുഹാ. നിന്റെ ഹൃദയത്തിന് പൂട്ടിട്ടിരിക്കുകയാണോ? നിന്റെ ഹൃദയത്തിന് പൂട്ടിട്ടിരിക്കുകയാണോ? ഏറ്റവും ഖേദകരം എന്തെന്നറിയുമോ? കേവലം പാരായണത്തിനു വേണ്ടി മാത്രമുള്ള തന്റെ ആവശ്യങ്ങൾ, ഭൗതിക താല്പര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ കേവലം പാരായണത്തിനു വേണ്ടി മാത്രമുള്ള ഒരു ഗ്രന്ഥമായി ഖുർആനിനെ നാം ഇന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ്. എന്നാൽ അല്ലാഹു പറയുന്നു, വിശുദ്ധമായ ഖുർആനിനെ നാം അവതരിപ്പിച്ചത് എന്തിനു വേണ്ടി എന്നറിയുമോ? കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകൻ ലിയദ്ദബ്ബറൂ ആയാതിഹി. കേവലം പാരായണത്തിനു വേണ്ടി മാത്രമല്ല, കേവലം പാരായണത്തിനു വേണ്ടി മാത്രമല്ല, പിന്നെയോ അല്ലാഹുവിന്റെ വചനങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനും അതിന്റെ ആശയങ്ങളിലോട്ട്, അർത്ഥതലങ്ങളിലോട്ട് കടന്നു ചെല്ലുവാനുമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അല്ലാഹു പറയുകയാണ്. ഖുർആനിനെ നാം അവതരിപ്പിച്ചത് കേവലം പാരായണത്തിനു വേണ്ടി മാത്രമല്ല, കേവലം പാരായണത്തിനു വേണ്ടി മാത്രമല്ല, പിന്നെയോ ആ ഖുർആനിക വചനങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനും പഠിക്കുവാനുമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഖുർആനിനെ പഠിക്കുകയും ആ ഖുർആനിനെ ഹൃദയംഗമായി സമീപിക്കുകയും ചെയ്യുമ്പോൾ ആ ഖുർആൻ
ഖുർആൻ നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കും. ഖുർആൻ നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കും. എത്രയോ നാളുകളായിട്ട് നമ്മൾ ഖുർആൻ ഓതുന്നുണ്ട്, എത്രയോ നാളുകളായിട്ട് നമ്മൾ ഖത്മുകൾ പൂർത്തീകരിക്കുന്നവരാണ്. എന്നാൽ വിശുദ്ധമായ ഖുർആൻ ഒരു വചനമെടുത്ത് ആയത്തെടുത്ത് കാണിച്ചിട്ട് ഈ ആയത്തിന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ ആയത്താണ്. ഹറാമുകളോട് വിട പറയാൻ, മോശത്തരങ്ങളോട് വിട പറയാൻ, എന്റെ ജീവിതത്തിന്റെ ഹറാമിന്റെ മേച്ചിൽപ്പുറങ്ങളിൽ നിന്നും മാറി സഞ്ചരിക്കാൻ കാരണമായത് വിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്താണ് എന്ന് പറഞ്ഞിട്ട് ഒരു ആയത്തെടുത്ത് കാണിക്കാൻ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടോ? എത്രയോ ഹൃദയങ്ങളെ സ്വാധീനിച്ച വിശുദ്ധമായ ഖുർആൻ. ഹജ്ജിനു വേണ്ടി, ഉംറയ്ക്കു വേണ്ടി വിശുദ്ധമായ കഅബാലയത്തിന്റെ ചാരത്ത് കിടന്നു ചെന്നിട്ടുള്ളവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ആ കഅബാലയത്തിന്റെ കില്ലയൊന്ന് പിടിക്കുവാൻ, കഅബാലയത്തിന്റെ കില്ലയോട് മുഖമൊന്ന് ചേർത്തു വയ്ക്കുവാൻ, ഹജറുൽ അസ്വദിൽ ഒരു ചുംബനം നൽകുവാൻ, ഹജറുൽ അസ്വദിന്റെയും കഅബാലയത്തിന്റെ വാതിലിന്റെയും ഇടയിലുള്ള മുൽതസമിൽ ഇഹ്റാമിന്റെ മേൽ മുണ്ടുമാറ്റിയിട്ടിട നെഞ്ച് ചേർത്ത് വെച്ച് റബ്ബിന്റെ മുമ്പിലൊന്ന് പൊട്ടിക്കരയുവാൻ വെമ്പൽ കൊള്ളുന്ന വിശ്വാസികളെ കണ്ടിട്ടുള്ളവരാണ് നാം. ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല തന്റെ കരങ്ങൾ കൊണ്ട് തുന്നാൻ ഭാഗ്യം ലഭിച്ച തമിഴ്നാട്ടുകാരിയായ ഒരു പെണ്ണുണ്ട്. തമിഴ്നാട്ടിലെ മധുരയിൽ അളകരസ്വാമിയുടെയും കിളയരസിയുടെയും മകളായി ജനിച്ച ശബരിമല ജയകാന്തൻ എന്ന പെണ്ണ്. എങ്ങനെയാണ് തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിലെ കാട്ടുമണ്ണാർകുടി താലൂക്കിലെ സാധാരണ ഒരു ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചറായിരുന്ന ശബരിമല ജയകാന്തൻ 4 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ റമളാനിൽ വിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല തന്റെ കരങ്ങൾ കൊണ്ട് തുന്നാൻ ഭാഗ്യം ലഭിച്ചതെങ്ങനെയാണ്? ഇസ്ലാമിനെ പഠിക്കാൻ തുടങ്ങുകയാ. കുറവുകൾ ലോകത്തോട് വിളിച്ചു പറയാൻ, തന്റെ പ്രഭാഷണങ്ങളിലൂടെ വിശുദ്ധ ഇസ്ലാമിന്റെ പോരായ്മകൾ വിളിച്ചു പറയാൻ പഠനം ആരംഭിച്ച ശബരിമല ജയകാന്തൻ എന്ന പെണ്ണിന്റെ കയ്യിൽ ഖുർആൻ ലഭിക്കുകയാണ്. ആ ഖുർആൻ അവർ പഠിക്കാൻ തുടങ്ങുകയാണ്. ഖുർആനിക ആശയങ്ങളിലോട്ട് അവിടെ കിടന്നു ചെല്ലുകയാണ്. ആ ഖുർആൻ അവരുടെ ഹൃദയത്തെ സ്വാധീനിക്കുകയാണ്. അതാ വിശുദ്ധമായ കഅബാലയത്തിന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. ഇടത്തെ കയ്യിൽ വിശുദ്ധ ഖുർആനിനെ ഇടനെഞ്ചിനോട് ചേർത്തു വെച്ച് വലത് കൈയുടെ ചൂണ്ടുവിരൽ ആകാശത്തിലേക്ക് ഉയർത്തി കഅബാലയത്തിന്റെ മത്താഫിൽ നിന്നിട്ട് അവർ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഞാനിതാ ഇസ്ലാം സ്വീകരിക്കുകയാണ്. ഇസ്ലാമിനോട് എനിക്ക് വലിയ വെറുപ്പായിരുന്നു. ഇസ്ലാമിന്റെ കുറവുകൾ പറയാൻ വേണ്ടി ഞാൻ ഖുർആൻ പഠിച്ചവളാണ്. ആ ഖുർആൻ എന്റെ ഹൃദയത്തെ സ്വാധീനിച്ചു. ഇന്നെന്റെ ജീവനേക്കാൾ ഞാൻ ഇസ്ലാമിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ശബരിമല ജയകാന്തൻ എന്ന പെണ്ണ് ഫാത്തിമയായി മാറിയെങ്കിൽ ആര് പറഞ്ഞതുപോലെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യയോലകൾ കൊണ്ടുമേന്ന മസ്ജിദുൻ നബവിയുടെ ഒരു തൂണിൽ ഒരു ചരിത്രം പറയാനുണ്ട്. ആരുടെ ചരിത്രമെന്നറിയുമോ? ബനൂ ഹനീഫ ഗോത്രക്കാരുടെ നേതാവായിരുന്ന സുമാമത്ത് ബിൻ ഉസാലിന്റെ ചരിത്രം. ആരാ സുമാമത്ത് ബിൻ ഉസാൽ? ആരാ? ഇസ്ലാമിനോട് വല്ലാത്ത വെറുപ്പാണ്, പ്രവാചകനോട് വല്ലാത്ത വെറുപ്പാണ്. ഇസ്ലാമിനെ തകർക്കാൻ കുതന്ത്രങ്ങൾ മനഞ്ഞിരുന്ന സുമാമത്ത് ബിൻ ഉസാൽ സൈനിക നടപടിയിൽ സഹാബത്ത് പിടികൂടുകയാണ്. പ്രവാചകന്റെ ചാരത്ത് കൊണ്ടുവരികയാ. റസൂലുള്ളാഹി പറഞ്ഞു, സുമാമയെ നിങ്ങൾ മസ്ജിദുൻ നബവിയുടെ ഒരു തൂണിൽ ബന്ധിക്കുക. സുമാമത്ത് ബിൻ ഉസാലിനെ മസ്ജിദുൻ നബവിയുടെ തൂണിൽ ബന്ധിക്കപ്പെടുകയാണ്. ഓരോ വക്ത നമസ്കാരത്തിനും പ്രവാചകൻ വരുമ്പോ റസൂലുള്ളാഹി ചോദിക്കും, മാ ഇൻദക യാ സുമാമ, സുമാമ നിന്റെ നിലപാടിൽ വ്യത്യാസമുണ്ടോ? ഇസ്ലാമിനോടുള്ള നിന്റെ നിലപാടിൽ വല്ല മാറ്റവുമുണ്ടോ? 3 ദിവസവും ഒരു മാറ്റത്തിന്റെ മറുപടിയില്ല. പ്രവാചകൻ പറഞ്ഞു, സുമാമയുടെ കെട്ടഴിക്കുക. സുമാമത്ത് ബിൻ ഉസാലിനെ സഹാബത്ത് കെട്ടഴിച്ചു വിടുകയാണ്. പള്ളിയിൽ നിന്നും വെളിയിലേക്ക് പോകുകയാണ്. കുളിച്ചൊരുങ്ങി പുതുവസ്ത്രങ്ങൾ ധരിച്ച് പ്രവാചകന്റെ ഹളറത്തിലോട്ട് കടന്നു വരികയാ. റസൂലുള്ളാഹി തങ്ങളുടെ റിസാലത്തിന്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ
ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പ്രവാചകരെ, ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നത് അങ്ങയുടെ മുഖമാണ് നബിയെ. ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നത് അങ്ങയുടെ ആശയത്തെയായിരുന്നു നബിയെ, അങ്ങയുടെ മദീനയായിരുന്നു നബിയെ. എന്നാൽ ഈ നിമിഷം മുതൽ ഞാൻ ഏറ്റവും എന്റെ ജീവനേക്കാൾ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയുടെ ആശയത്തെ സ്നേഹിക്കുന്നു, അങ്ങയുടെ ഈ മദീനയെ സ്നേഹിക്കുന്നു എന്ന് ബനൂ ഹനീഫ ഗോത്രക്കാരുടെ നേതാവ് പറഞ്ഞുവെങ്കിൽ എങ്ങനെയാണ് ആ ഹൃദയം മാറിയത്? 3 ദിവസം മദീനത്തെ പള്ളിയിൽ ബന്ധിക്കപ്പെട്ട സുമാമത്ത് ബിനു ഉസാൽ ഓരോ വക്തിനും ഇമാമത്ത് നിൽക്കുന്ന പ്രവാചകന്റെ റിസാലത്തിന്റെ നാവിലൂടെ ഒഴുകിയിറങ്ങുന്ന വിശുദ്ധമായ ഖുർആൻ സുമാമത്ത് ബിനു ഉസാലിന്റെ ഹൃദയത്തെ സ്വാധീനിക്കുകയാണ്. ആ ഹൃദയത്തിൽ ഒരു മാറ്റം കൊണ്ടുവരികയാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബനൂ ഹനീഫ ഗോത്രക്കാരുടെ നേതാവിന്റെ ഹൃദയത്തെ സ്വാധീനിച്ചതും 4 വർഷങ്ങൾക്ക് മുമ്പ് ശബരിമല ജയകാന്തൻ എന്ന തമിഴ്നാട്ടുകാരിയായ പെണ്ണിന്റെ ഹൃദയത്തെ സ്വാധീനിച്ചതും ഈ വിശുദ്ധമായ ഖുർആനല്ലയോ? അതുകൊണ്ട് ആ ഖുർആൻ നമ്മുടെ ഹൃദയത്തിൽ ഇറങ്ങണം. എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് തിന്മകളിൽ നിന്ന് വിട പറയാൻ, ഹറാമുകളിൽ നിന്ന് വിട പറയാൻ, മോശത്തരങ്ങളിൽ നിന്ന് വിട പറയാൻ വിശുദ്ധമായ ഖുർആൻ ഒരു കാരണമായി മാറണം. ഖുറാസാൻ മലനിരകളെ വിറപ്പിച്ചിരുന്ന കുപ്രസിദ്ധനായ ഒരു കൊള്ളക്കാരൻ ഫുളൈൽ ബിൻ ഇയാദ് ഇരുശൃംഗങ്ങൾക്കും വടവൃക്ഷങ്ങൾക്കും പിന്നിൽ ഒളിച്ചിരുന്ന് വിജനമായ മലമ്പാതകളിലൂടെ കച്ചവട സംഘങ്ങൾ കിടന്നു വരുമ്പോ ഊരിപ്പിടിച്ച വാളുമായി ചാടിയിറങ്ങിയവരുടെ കഴുത്തുറത്തു മാറ്റി അവരുടെ സമ്പത്തുമായി കിടന്നു കളഞ്ഞിരുന്ന ഫുളൈൽ ബിൻ ഇയാദ്. ആ ഫുളൈൽ ബിൻ ഇയാദിനെ കുറിച്ച് മദീനയിലെ പ്രസിദ്ധനായ പണ്ഡിതൻ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മദീനയുടെ മണ്ണിൽ അബ്ദാലുകളുടെ ഗണത്തിൽപ്പെട്ട ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് ഫുളൈൽ ബിൻ ഇയാദാണ്. വിലായത്തിന്റെ ദറജയാണ് അദ്ദേഹത്തിന്. എങ്ങനെയാണ് ഖുറാസാൻ മലനിരകളിലെ കുപ്രസിദ്ധനായ ഒരു കൊള്ളക്കാരന് മദീനത്തെ മണ്ണിലെ വിലായത്തിന്റെ ദറജയിലേക്ക് ഉയർന്ന 100 കണക്കിന് വരുന്ന ശിഷ്യന്മാരുള്ള ഹദീസിന്റെ പണ്ഡിതനായി മാറിയതെങ്ങനെയാ? അവിടെയാണ് വിശുദ്ധമായ ഖുർആനിന്റെ സ്വാധീനം നമുക്ക് കാണാൻ കഴിയുക. തന്റെ കാമുകിയുടെ അടുക്കലേക്ക് രാത്രിയുടെ മറവിൽ കിടന്നു ചെല്ലുമ്പോഴാണ് ബൈനമാഹു യർതഖിൽ ജുദ്റാന ഇലൈഹാ, അവരുടെ വീടിന്റെ മതിലിന്റെ മുകളിലിരിക്കുമ്പോഴാണ് ഖുർആൻ കേൾക്കുന്നത്. അലം യഅനിലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ്. ഇനിയും ഈ ഖുർആൻ അവരുടെ ഹൃദയത്തെ സ്വാധീനിക്കാറായില്ലേ? ഇനിയും ഹറാമുകളിൽ നിന്ന് മോശത്തരങ്ങളിൽ നിന്ന് വിട പറയാൻ ഇനിയും അവർക്ക് സമയമായില്ലേ? ഖുർആൻ ഇനിയും അവരുടെ ഹൃദയത്തിൽ ഇറങ്ങാൻ സമയമായില്ലേ? ജീവിതം മാറുകയാണ്, ഹറാമുകളോട് വിട പറയുകയാണ്, വിലായത്തിന്റെ ദറജയിലേക്ക് ഉയരുകയാണ്, പ്രസിദ്ധനായ ഹദീസ് പണ്ഡിതനായി മാറുകയാണ് ഫുളൈൽ ബിൻ ഇയാദ്. അതുകൊണ്ട് ഈ വിശുദ്ധമായ ഖുർആനിനെ നമ്മൾ പരിഗണിക്കേണ്ടത് എങ്ങനെയെന്നറിയുമോ? നമ്മളേറെ സ്നേഹിക്കുന്ന, നമ്മൾ വളരെയേറെ ഇഷ്ടപ്പെടുന്ന, നമ്മളേറെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയുടെ മെസ്സേജ് നമ്മുടെ വാട്സപ്പിലേക്ക് വന്നാൽ നമുക്കെത്രയോ സന്തോഷമായിരിക്കും, നമുക്കെത്രയോ ആഹ്ലാദമായിരിക്കും, എത്രയോ ആവേശത്തോടു കൂടി ആ മെസ്സേജ് നമ്മൾ വായിക്കും, അത് പരിഗണിക്കും. ഈ വിശുദ്ധമായ ഖുർആൻ നമ്മുടെ വീടുകളിലെ ഷെൽഫുകളിൽ പൊടി പിടിച്ചിരിക്കുന്ന വിശുദ്ധമായ ഖുർആൻ അത് റബ്ബുൽ ഇസ്സത്ത് നമുക്ക് അയച്ച സന്ദേശങ്ങളാണ്. സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അനുഗ്രഹദാതാവായ അന്നദാതാവായ നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും അറിയുന്ന റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നേരിട്ട് അയച്ച സന്ദേശങ്ങളാണ്. സഹാബത്തിനെ കുറിച്ച് പറയപ്പെടുന്നുണ്ടല്ലോ, കാനൂ യറൗന ഹാദൽ ഖുർആന റസായില റബ്ബികും. അവർ ഖുർആനിനെ മനസ്സിലാക്കിയിരുന്നത് അല്ലാഹുവിന്റെ നേരിട്ടുള്ള സന്ദേശങ്ങളായിട്ടാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാര് പറഞ്ഞത്, മനുഷ്യ നിനക്ക് അല്ലാഹുവിനോട് സംസാരിക്കണം
സമ്പാദിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിനോട് നിന്റെ രക്ഷിതാവിനോട് നിനക്ക് അങ്ങോട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ നീ നമസ്കരിക്കണേ. നമസ്കാരം അല്ലാഹുമായിട്ടുള്ള മുനാജാത്താണ്. ഇനി അല്ലാഹു നിന്നോട് സംസാരിക്കുന്നതാണ് നിനക്കിഷ്ടമെങ്കിൽ, നമ്മളേറെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സംസാരം കേൾക്കാൻ നമുക്കിഷ്ടമാണല്ലോ. അല്ലാഹു നിന്നോട് സംസാരിക്കണമെന്നാണ് നിന്റെ ആഗ്രഹമെങ്കിൽ വിശുദ്ധമായ ഖുർആൻ നീ പാരായണം ചെയ്യണേ. അത് നിന്റെ റബ്ബ് നിന്നോട് സംസാരിക്കുന്ന അല്ലാഹുവിന്റെ സംസാരങ്ങളാണ്, സന്ദേശങ്ങളാണ്. അതുകൊണ്ട് വിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കാൻ നമുക്ക് കഴിയണം. ഖുർആനിനെ അവഗണിക്കുന്ന ഹതഭാഗ്യവാന്മാരായി മാറരുതല്ലോ. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. വഴിയരികിലൂടെ വടിയും കുത്തിപ്പിടിച്ച് നടന്നു പോകുന്നൊരു മനുഷ്യനെ കണ്ടാൽ, കണ്ണ് കാണാൻ കഴിയാത്തൊരു മനുഷ്യനെ കണ്ടാൽ അന്ധനെന്ന് നമ്മൾ വിളിക്കുമെങ്കിൽ റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ ആരാണ് അന്ധനെന്നറിയുമോ? അല്ലാഹുവിന്റെ മുമ്പിൽ ആരാണ് അന്ധനെന്നറിയുമോ? ഓമൻ അഅറദ അൻ ദിക്രി, വിശുദ്ധമായ ഖുർആനെ പരിഗണിക്കാത്ത, വിശുദ്ധമായ ഖുർആനെ പാരായണം ചെയ്യാത്ത, ഖുർആനിന്റെ ആശയങ്ങളെ കുറിച്ച്, അർത്ഥതലങ്ങളെ കുറിച്ച്, സന്ദേശങ്ങളെ കുറിച്ച് പഠിക്കാത്ത, ഖുർആനിനെ പരിഗണിക്കാത്തവരാണ് അല്ലാഹുവിന്റെ മുമ്പിൽ അന്ധനെന്ന് വിശുദ്ധമായ ഖുർആൻ. പരിശുദ്ധ കഅബാലയത്തിന്റെ ചാരത്തൂടെ നടന്നു നീങ്ങുമ്പോ വയോവൃദ്ധനായ ഒരു മനുഷ്യന്, കണ്ണ് കാണാൻ കഴിയാത്ത, പ്രായാധിക്യത്തിന്റെ മുഴുവൻ പ്രയാസങ്ങളും അനുഭവിക്കുന്ന വയോവൃദ്ധനായ ഒരു മനുഷ്യന് ദേഹത്തിന്റെ കയ്യിൽ ഒരു ഖുർആനുണ്ട്. കണ്ണ് കാണാൻ കഴിയാത്തവർക്ക് പാരായണം ചെയ്യാനുള്ള ലിപിയിൽ തയ്യാറാക്കപ്പെട്ട ഖുർആൻ, ആ ഖുർആൻ തുറന്നു വെച്ച് അതിലൂടെ വിരലുകൾ ഓടിക്കുകയാണ്. ആ വയോവൃദ്ധൻ നിന്ന് പൊട്ടിക്കരയുകയാണ്. കണ്ടു നിന്നവര് കരഞ്ഞു പോകുകയാണ്. തന്റെ കാഴ്ചയ്ക്ക് പരിമിതിയുള്ളപ്പോഴും വിശുദ്ധമായ ഖുർആൻ പാരായണം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഗസയിൽ ഒരു ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെടുകയാണ്. ഒരു രാത്രിയും ഒരു പകലും നീണ്ടു നിൽക്കുന്ന വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെടുമ്പോ ഇസ്രായേലിന്റെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വന്ന് തകർന്നു വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു സമ്മേളനം നടക്കുകയാണ്. ഇസ്രായേലി സൈന്യത്തിനെതിരെയുള്ള പ്രക്ഷോഭ സമരമല്ല, പിന്നെയോ ഇസ്രായേലിന്റെ തീതുപ്പുന്ന ബോംബർ വിമാനങ്ങളുടെയും ടാങ്കറുകളുടെയും മുമ്പിൽ, തീതുപ്പുന്ന ബോംബർ വിമാനങ്ങളുടെയും ടാങ്കറുകളുടെയും മുമ്പിൽ വെന്തു വെണ്ണീറായ തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളും മരിച്ചു വീഴുമ്പോ, തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും മരിച്ചു വീഴുമ്പോ, എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും, എല്ലാം കൺമുന്നിൽ കത്തിയമർന്നുകൊണ്ടിരിക്കുമ്പോഴും, ആ കാലഘട്ടത്തിന്റെ നടുവിലും വിശുദ്ധമായ ഖുർആൻ മനഃപാഠമാക്കിയ പിഞ്ചു പൈതങ്ങൾക്കുള്ള സന്നദ്ധദാനമാണ് വിശുദ്ധമായ ഖുർആൻ. എല്ലാം നഷ്ടപ്പെടുമ്പോഴും, എല്ലാം തകർന്നു വീഴുമ്പോഴും, മുമ്പിൽ പ്രിയപ്പെട്ടവരും മരിച്ചു വീഴുമ്പോഴും വിശുദ്ധമായ ഖുർആനിനോട് നെഞ്ചോട് ചേർക്കുന്ന മുസ്ലിം ഉമ്മത്തിന്റെ ഒരു ചെറുപ്പക്കാരെ കണ്ടിട്ട്, പുഞ്ചോമന പൈതങ്ങളെ കണ്ടിട്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോയതാണ്. അതുകൊണ്ട് വിശുദ്ധമായ ഖുർആനിനോടുള്ള ഒരു പ്രതിബദ്ധത, അത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടായി മാറണം. ഏറ്റവും വലിയ മുതൽക്കൂട്ടായി മാറണം.